യെസ് മൈ ഡിയർ, CBSE റിസൾട്ട് അറിഞ്ഞ അന്ന് മുതൽ കോൾസ് ആൻഡ് മെസ്സേജസ് ഇത് മാത്രമാണ്. മിസ് റീവാലുവേഷൻ എന്താ, റീവാലുവേഷൻ്റെ പ്രൊസീജിയർ എന്താ, റീവാലുവേഷൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, റീവാലുവേഷൻ ഇല്ലേ എന്നൊക്കെ. സോ നോർമലി നമ്മളുടെ റിസൾട്ട് വന്നൊരു 4 to 5 days കഴിയുമ്പോഴാണ് റീവാലുവേഷൻ വിൻഡോ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുന്നത്. പക്ഷേ നമ്മുടെ റിസൾട്ട് വരുന്നതിൻ്റെ ഒരു 1 to 2 weeks മുന്നേ, 1 week ഒരു 12 days അങ്ങാണ്ട് മുന്നായിട്ട് നമ്മളുടെ CBSE വെബ്സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സർക്കുലർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു വർഷത്തെ റീവാലുവേഷൻ്റെ പ്രൊസീജിയറിൽ ഒരു മാറ്റമുണ്ട് എന്നറിയിച്ചിട്ട്. അതായത് ഇത്രയും കാലമായിട്ടുണ്ടായിരുന്ന റീവാലുവേഷൻ പ്രൊസീജിയർ അല്ല ഈ ഒരു വർഷം ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു വർഷം മുതൽ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് റിസൾട്ട് വരുന്നു, റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷന് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം നിങ്ങളുടെ ആൻസർ പേപ്പറിൽ നടക്കുന്നത് മാർക്കിൻ്റെ വെരിഫിക്കേഷനാണ്, അതായത് വെരിഫിക്കേഷൻ ഓഫ് മാർക്സ്. അപ്പോൾ അതിൽ ചില കുട്ടികൾക്ക് മാർക്ക് കൂടാറുണ്ടായിരുന്നു, ചില കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോവാറുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾക്ക് ആൻസറിൻ്റെ കോപ്പി, അതായത് ആൻസർ ബുക്കിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നു. പിന്നെ നമ്മൾ നോക്കുന്നു ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും റീവാലുവേഷന് കൊടുക്കുക എന്നുള്ളൊരു എന്താ പറയുക സിസ്റ്റമായിരുന്നു ഇത്രയും കാലമായിട്ട് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഇനി മുതൽ ഇങ്ങനെയല്ല സിസ്റ്റം എന്നാണ് CBSE പറയുന്നത്. അതായത് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രസൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് മാർക്സ് ഫസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ആൻസർ ബുക്കിൻ്റെ ഇവാലുവേറ്റഡ് ഫോട്ടോ കോപ്പി നമ്മൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റീവാലുവേഷന് കൊടുക്കുക എന്നുള്ള പ്രൊസീജിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം മുതൽ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ആദ്യം നിങ്ങളുടെ മാർക്സ് വെരിഫൈ ചെയ്യുന്നു, പിന്നെ റീവാലുവേഷൻ എന്നുള്ളത് മാറ്റിയിട്ട് അതിൽ പല കുട്ടികളുടെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് അവരുടെ മാർക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ ഇവാലുവേറ്റഡ് ആൻസർ ബുക്കിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ബുക്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ആൻസർ ബുക്സ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ മാർക്സ്, അത് എന്തെങ്കിലും ആഡിങ് മിസ്റ്റേക്സ് ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, റീവാലുവേഷന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ബുക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അത് എവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ആൻസർ ബുക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ആഡിങ് മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെരിഫിക്കേഷൻ ഓഫ് മാർക്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യന് മാർക്ക് ഇട്ടത് കുറഞ്ഞു പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം. ഈ രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും അപ്ലൈ ചെയ്യാം. സോ ഇതാണ് ഇപ്പോഴത്തെ പ്രൊസീജിയർ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ആൻസർ ബുക്ക് തരുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റീവാലുവേഷന് വേണ്ടിയിട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആണ്, കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾക്ക് ആദ്യം തന്നെ ആൻസർ ബുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് വെരിഫിക്കേഷൻ, അതേപോലെ നമ്മൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റീവാലുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ കംപ്ലീറ്റ് കാര്യങ്ങളും എപ്പോഴാണ് റിവാലുവേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് മുതൽ എങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെയൊക്കെയാണ്, നിങ്ങൾ എന്താണ് റിവാലുവേഷനിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ആരൊക്കെ റിവാലുവേഷന് കൊടുക്കണം എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും നമ്മളുടെ ചാനലിൽ വെരി സൂൺ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. കഴിഞ്ഞ വർഷത്തെ പ്രൊസീജിയർ അല്ല, ഈ വർഷത്തെ പ്രൊസീജിയറിൽ ഒരു മാറ്റം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞുതരും. ജസ്റ്റ് ബി വിത്ത് us. Stay tuned. Thank you so much. Bye.